വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ ഈ ഒരു വീഡിയോ ഭയങ്കര അൺപ്ലാനഡ് ആക്കിയിട്ട് എടുത്തതാണ്. നല്ല സൺലൈറ്റ് ഒക്കെ വന്നിട്ടുള്ള ഒരു ക്ലൈമറ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു ജേണലൊക്കെ ചെയ്താലോ എന്ന്. അപ്പം അതിൻ്റെ കൂടെ തന്നെ ഒരു മിനി വ്ളോഗും പോലെ ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ ഈ പ്രാവശ്യം കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ബെഡിൽ നിന്ന് ജേണൽ ചെയ്യാൻ വിചാരിച്ചു. അപ്പം സൺലൈറ്റ് ഉള്ളതുകൊണ്ട് ഞാൻ ഡിസ്കോ ബോളൊക്കെ എടുത്ത് ബെഡിൽ ഫസ്റ്റ് തന്നെ സെറ്റ് ചെയ്ത് വെച്ചു. കാരണം സൺലൈറ്റ് ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഇതിൻ്റെ ആ ലുക്ക് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഈവനിങ് ഒരു 5 മണിയൊക്കെ ആയപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കാന്നുള്ളൊരു പ്ലാൻ വന്നത്. പക്ഷെ അപ്പോഴും ഇതേപോലെ സൺലൈറ്റൊക്കെ വന്നിട്ട് ഭയങ്കര വെളിച്ചുണ്ടായിരുന്നു. ഇന്നത്തെ മൊത്തം ഡേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നൊരു ഡേ ആണ്. കാരണം ജേണലായാലും ഞാൻ ജങ്ക് ജേണലാണ് ചെയ്യാറ്. ഇങ്ങനത്തെ ഒരു സിമ്പിളായിട്ടുള്ള നോർമൽ ജേണൽ ഞാൻ അങ്ങനെ ചെയ്യാറില്ല. പക്ഷേ ഈ ഒരു ജേണൽ കാര്യമായിട്ടൊന്ന് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ലേനും. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയങ്കര സിമ്പിളായി മിനിമലായി ചെയ്ത പോലെ തോന്നി. ജൂൺ മന്ത് കഴിയാനായതുകൊണ്ട് ഞാൻ ഈ ഒരു മന്തിൻ്റെ വെച്ചിട്ട് ഒരു ജേണൽ ചെയ്യാന്നുള്ള രീതിയിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ഫസ്റ്റൊക്കെ ഞാനൊരു ജേണൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ റെഫറൻസ് പിക്ക് പിൻട്രസ്റ്റിൽ പോയിട്ട് സെറ്റൊക്കെ ചെയ്തിട്ടാണ് ഞാനൊരു ജേണൽ ചെയ്യാതിരിക്കാറ്. പക്ഷെ ഇപ്പോഴൊക്കെ അതിനെക്കാട്ടി ഭയങ്കരമായിട്ട് ഡിഫറൻറ്റ് വന്ന് സാധനം എടുക്കുക ചെയ്യുക അത്രയേ ഉള്ളൂ. റെഫറൻസ് നോക്കി അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ജേണലിന് കുറേ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. ലാസ്റ്റ് ഞാൻ ജൂൺ മന്തിലേക്ക് വെച്ചിട്ട് കുറച്ച് കോട്ടും കൂടെ എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഡേ കുറച്ച് സ്പെഷ്യൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ ജേണലും കൂടെ ചെയ്യാൻ വിചാരിച്ചത്. ആ കാര്യങ്ങളും ഞാൻ ഈ ഒരു കോട്ടിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ജേണലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് എൻ്റെ റൂം ഇരിക്കുക. അതിപ്പോൾ ഡെസ്കുമെന്ന് ചെയ്യുകയാണെന്നുണ്ടെങ്കിലോ ബെഡിലും എല്ലാ സാധനങ്ങളും വലിച്ചു വാരിയിടും. പക്ഷെ ഇപ്പോൾ ജേണലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എല്ലാ സാധനങ്ങളും അതേപോലെ തന്നെ തിരിച്ചൊക്കെ ഇട്ടെടുത്ത് കൊണ്ടുവയ്ക്കും. അതേപോലെ ബെഡ്ഷീറ്റൊക്കെ പുതിയതായതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര നീറ്റിൽ കൊണ്ട് നടക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇതേപോലെ നീറ്റാക്കി വെക്കും. പിന്നെ 7 മണിയൊക്കെ ആയപ്പോഴാണ് പിന്നെ റൂമിൽ കയറിയത്. പിന്നെ ഞാൻ വിൻഡോ ഒക്കെ ക്ലോസ് ചെയ്ത് റൂം മൊത്തമായിട്ട് ലൈറ്റൊക്കെ ഇട്ട് വെക്കും. അപ്പോൾ ഇതാണ് ഇന്ന് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു ജേണൽ. പിന്നെ കുറച്ച് മുന്നേ ഞാനൊരു സൂപ്പിൻ്റെ ഒരു പാക്ക് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു, ഇൻസ്റ്റൻറ്റ് സൂപ്പ്. അപ്പം ഞാൻ അത് ഇന്ന് ഉണ്ടാക്കി. പക്ഷേ ഇൻസ്റ്റൻറ്റ് സൂപ്പ് ആയാലും രസമൊക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര കുത്തണായിട്ട് അങ്ങനെയൊന്നുമില്ല, നമുക്ക് കുടിക്കാൻ പറ്റുന്ന ആ ഒരു പാകത്തിലുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഈ ഒരു ജേണൽ വാങ്ങിയതിന് ശേഷം ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു പുതിയ ഹാബിറ്റാണ് ഒരു ഡയറി പോലെ സ്പെഷ്യൽ ഇവൻറ്റ്സ് നോട്ട് ചെയ്ത് വെക്കുക എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ മെമ്മറീസൊക്കെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചു. പിന്നെ ഈ ഒരു ബുക്കിൻ്റെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ ഇതിൽ കുറേ പേജസ് ഡിഫറെൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ജേണൽ മേടിച്ചപ്പോൾ തന്നെ ഈ ഓരോ പേജിലും ഞാൻ എന്തൊക്കെ ചെയ്യുന്നതെന്നും ആലോചിച്ചിട്ടുണ്ടായിരുന്നേ. ആ ഒരു ലൈൻ വരുന്ന പേജിൽ മാത്രമാണ് ഞാൻ ഇതുവരെ എഴുതാൻ തുടങ്ങിയത്, ഡയറി പോലെ. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിൽ ഡോട്ട് വരുന്ന പേജസിൽ എന്തെങ്കിലും വർക്കായിട്ട് ചെയ്യാമെന്ന്. അപ്പം കുറേ ഞാൻ പിൻട്രസ്റ്റിലൊക്കെ ഇൻസ്പോ ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ റെഫറൻസൊക്കെ നോക്കിയിട്ട് ഒരു സീസണൽ പ്ലാനറൊക്കെ പോലെ സെറ്റ് ചെയ്യാൻ വിചാരിച്ചു. ബ്രഷ് പെൻ ഉണ്ടെങ്കിൽ ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യേണ്ട പണിയാണ് ഞാൻ ഇപ്പോൾ കളർ പെൻസിൽ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ലൈൻ ചെയ്ത് കൊടുക്കുന്നത്. എപ്പോഴും ഞാൻ കാണുമ്പോൾ ബ്രഷ് പെന്ന് മേടിക്കണം വിചാരിക്കും, പക്ഷെ സാധനം മേടിക്കാൻ പോയാൽ ആ സാധനം ഞാൻ മറക്കുകയും ചെയ്യും. അപ്പോൾ സീസണൽ പ്ലാനർ എന്താണെന്ന് വെച്ചാൽ ഇപ്പം എന്തായാലും റെയിനി ഒക്കെ ആണല്ലോ. അപ്പോൾ ഈ ഒരു സീസണിലേക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ പ്ലാനർ പോലെ സെറ്റ് ചെയ്യുക, അതാണ്. അപ്പോൾ എന്തായാലും സീസൺസ് ഒരു 3-4 മാസം വരെയല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ഒരു ടൈമിലേക്ക് നമുക്ക് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ ഇതേപോലെ നോട്ട് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ഇന്നത്തെ ഡേ ഭയങ്കര സ്പെഷ്യലാണ് എനിക്കെന്ന് പറയാൻ കാരണം ഇതുവരെ ഞാൻ ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ് സെലനോഫിലിൻ്റെ ഇതിൽ ഒരു ഇൻസ്റ്റ അക്കൗണ്ട് തുടങ്ങുക എന്നുള്ളത്. പക്ഷേ റൂമിൻ്റെ ക്ലിപ്പൊക്കെ ആഡ് ചെയ്തിട്ട് റീൽ ചെയ്ത് പോസ്റ്റ് ചെയ്താലോ എന്നൊക്കെ ഉള്ള ഒരു തോട്ട് എനിക്ക് വന്നു. അതിൽ വോയിസ് ഓവർ ആയിട്ടൊന്നും കൊടുക്കാതെ ബാക്ക്ഗ്രൗണ്ട് സോങ്സ് ഒക്കെ വെച്ചിട്ട്. അപ്പം അങ്ങനെ ഞാൻ പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്തിരുന്നു ഈ ഒരു അക്കൗണ്ട്. അപ്പോൾ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്ത ശേഷം എനിക്ക് ഭയങ്കര എനർജി വന്നു. പിന്നെ ഈവനിങ് വ്ളോഗ് എടുത്താലോ എന്നൊക്കെ ഉള്ളൊരു തോട്ടൊക്കെ ആയി. അപ്പോൾ അക്കൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് പിൻ ചെയ്തേക്കാം. അപ്പം ബാക്ക് ടു പ്ലാനറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് കാര്യങ്ങളാണ് ആഡ് ചെയ്ത് കൊടുത്തത്. ഇപ്പം കറൻ്റ്ലി റീഡ് ചെയ്യുന്ന ബുക്ക് പെട്ടെന്ന് ഫിനിഷ് ചെയ്യുക, പിന്നെ പുതിയ സ്റ്റേഷനറി ഐറ്റംസ് മേടിക്കുക. അപ്പം അങ്ങനെ ഈ ഒരു സീസണിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെയാണ് ആഡ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ പ്ലാനർ ഫിനിഷ് ആയപ്പം ഇങ്ങനെ ഉണ്ടായിരുന്നു ഓവറോൾ ലുക്ക്. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു മിനി ഈവനിങ് വ്ളോഗ്. അപ്പോൾ എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്.